ഹലോ. അപ്പോൾ നമ്മൾ ഇന്ന് നമ്മുടെ ഗാർഡനിങ് സീസൺ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ കുറച്ച് ചെടികൾ നടാനായിട്ട് നമ്മളൊരു സാധനം വാങ്ങിച്ചതാണ്, ഒരു സീഡ് സ്റ്റാർട്ടിങ് കിറ്റ്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് ചെടികളൊക്കെ വെച്ച് സീഡ് വെച്ച് കഴിഞ്ഞാൽ റീപ്ലാന്റ് ചെയ്യാനൊക്കെ കുറച്ച് എളുപ്പമുണ്ടെന്നാണ് തോന്നുന്നത്. അപ്പോൾ അത് ട്രൈ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഇതിനകത്ത് 72 എണ്ണം ഇത്രയുള്ള കിറ്റാണ്. അപ്പോൾ 72 സീഡ് നമുക്ക് ഇതിനകത്ത് ഇടാം. അപ്പോൾ അതിനുള്ള പീറ്റ് മോസിൻ്റെ ചെറിയ പെല്ലറ്റ്സ് ഉണ്ട് ഇതിനകത്ത്. അപ്പോൾ അതിൽ വെള്ളം നനച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് സീഡിടാം. അതുപോലെ ഇതൊരു ചെറിയൊരു ഗ്രീൻ ഹൗസ് കിറ്റാണ്. അപ്പോൾ ഇതിനകത്ത് കവർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ വെളിച്ചം കയറുകയും ചെയ്യും, അതുപോലെ അതിൽ മോയ്സ്ചർ പുറത്ത് പോകത്തുമില്ല. അപ്പോൾ നമുക്ക് അധികം മെയിൻ്റനൻസ് ഇല്ലാതെ നമുക്ക് സീഡ്സ് മുളപ്പിച്ചെടുക്കാൻ പറ്റും. പിന്നെ അത് അങ്ങനെ പീറ്റ് മോസിൻ്റെ ബേസ് ആയതുകൊണ്ട് അതിനെ അങ്ങനെ തന്നെ എടുത്ത് നമുക്ക് പ്ലാന്റ് ചെയ്യാം, ചട്ടികളിലോ അല്ലെങ്കിൽ പുറത്ത് പ്ലാന്റ് ചെയ്യാം. പിന്നെ അവിടെ നിന്ന് ഗ്രോ ചെയ്യും. അപ്പോൾ അത് നമുക്ക് വേറെ പ്ലാന്റിങ്ങിന് അതിന് കപ്പ് കളയേണ്ട ആവശ്യമില്ല. പിന്നെ അത് മാത്രമല്ല അതിൻ്റെ പീറ്റ് പെല്ലറ്റ്സ് നമുക്ക് വീണ്ടും വാങ്ങിക്കാനും പറ്റും. അപ്പം പിന്നെ അടുത്ത സെറ്റ് യൂസ് ചെയ്യണമെങ്കിൽ വീണ്ടും യൂസ് ചെയ്യാം. അപ്പോൾ അതാണ് നമ്മളിത് വാങ്ങിച്ചത്. അപ്പോൾ അത് ട്രൈ ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്കത് തുറന്ന് നോക്കാം, എന്തൊക്കെയാണ് അതിനകത്തുള്ളത് നോക്കാം. ഇതിൻ്റെ ഒരു അടപ്പാണ്. പിന്നെ ഇടുന്ന സീഡ്സ് ലേബൽ ചെയ്യാനുള്ളൊരു കുഞ്ഞ് ലേബലിൻ്റെ ഒരു കാർഡുണ്ട്. സീഡിന് വേണ്ടിയുള്ള വിറ്റമിൻസ് ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് കലക്കി ഒഴിച്ചു കഴിഞ്ഞാൽ സീഡ്സിന് വേണ്ട പോഷകമൊക്കെ കിട്ടുമെന്നാണ് പറയുന്നത്. ഓക്കെ, പിന്നെ എന്താ ഉള്ളത്, ഇതാണ് നമ്മുടെ പീറ്റ് മോസ് പെല്ലറ്റ്. അപ്പോൾ ഇത് വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ ഇത് കുറച്ച് വികസിച്ചിട്ട് ഒരു ചെറിയ ബേസ് സീഡ്സിന് നിൽക്കാനുള്ളൊരു ബേസ് ആവും. ഓക്കെ, അപ്പോൾ ഈ ട്രെയിൽ ഇട്ടിട്ട് സാധനമൊക്കെ സീഡൊക്കെ വെച്ച് ഇതുപോലെ വെച്ചാൽ ഇതിനകത്ത് ഇതൊരു കുഞ്ഞ് ഗ്രീൻ ഹൗസ് പോലെ വർക്ക് ചെയ്യുന്നതാണ് പറയുന്നത്. അപ്പോൾ കുറച്ച് വാം വാട്ടർ ഒഴിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒഴിച്ച് വയ്ക്കാം. ഒരു 1.5 ഇഞ്ചോളം വാം വാട്ടർ ഒഴിച്ച് വെക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. യെസ്, അപ്പോൾ നമ്മുടെ പീറ്റ് മോസ് പെല്ലറ്റൊക്കെ വെള്ളം കുടിച്ച് വളർന്ന് വലുതായിട്ടുണ്ട്. ഇതിനേക്കാളും കുറച്ചും കൂടെ വലുതാവുമെന്നൊക്കെയാണ് അവരുടെ പടത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇത്രേ വലുതായുള്ളൂ. എന്നാലും ഏകദേശം സൈസ് ഉണ്ട്. അപ്പം നമുക്ക് വിത്ത് ഇടാമെന്ന് തോന്നുന്നു. ഇപ്പോൾ ഇത്ര എണ്ണം ഉണ്ട്, 72 എണ്ണം ഉണ്ട്. അപ്പോൾ നമ്മുടെ കയ്യിൽ നിന്നുള്ളത് കുറച്ച് ബെൽ പെപ്പർ, വഴുതനങ്ങ, പിന്നെ കുറച്ച് പൈനാപ്പിൾ ചെറി, പിന്നെ ടൊമാറ്റോ, അങ്ങനെ കുറച്ച് വിത്താണുള്ളത്. അപ്പോൾ അതൊക്കെ ഇടുകയാണെന്ന്. ഒരു സൈഡിൽ നിന്ന് തുടങ്ങാം. പൊന്നു പോലെ കുഞ്ഞ് സീഡാണ്. പൈനാപ്പിൾ ചെറിയുടെ സീഡാണ് ഇത്. കുഞ്ഞ് സീഡാണ്, കാണുന്നില്ല, വളരെ ചെറിയ സീഡാണ്. പൈനാപ്പിൾ ചെറി എന്ന് പറഞ്ഞാൽ എന്താ എൻ്റെ പേര്? നാട്ടിൽ എന്തോ ഒരു പേരുണ്ട്, നാടൻ പേരുണ്ട്, മറന്നുപോയി. പക്ഷെ നല്ല ടേസ്റ്റാണ്. ആക്ച്വലി എനിക്ക് ഇഷ്ടപ്പെട്ടു. ലാസ്റ്റ് ടൈം നമ്മൾ ചെടി മാത്രം വാങ്ങിക്കുക ചെയ്തു. കുഞ്ഞു ചെടിയായിരുന്നു, ഇത്ര ഒരു ചെറിയ ഇത്ര പൊക്കം ഉണ്ടായിരുന്നല്ലോ. അതിന് $10 കൊടുത്താൽ വാങ്ങിച്ചു ആക്ച്വലി. അതെ, പക്ഷെ ഇത് കാച്ചു തുടങ്ങുമ്പോൾ ഒരൊറ്റ ഇതിൽ ഫുള്ളായിട്ട് കായ്ക്കും. അപ്പോൾ ഇതുപോലെ നമുക്കിനി ഓരോരോ ചെടികളായിട്ട് ഇട്ട് നിറയ്ക്കാം. ഇനി ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് സാധനം നമ്മൾ അതിൻ്റെ പേരെഴുതി ലേബിൾ ചെയ്ത് വെക്കാതിരുന്നു കഴിഞ്ഞാൽ അറിയത്തില്ല. അതെ, അതാണ് മെയിനായിട്ട് ഇതിൻ്റെ ഒരു പ്രശ്നം. നമ്മൾ കുറേ എണ്ണമൊക്കെ ഇടും, ഇട്ട് കഴിഞ്ഞാൽ അവസാനം ഏത് ചെടിയാണ് വരുന്നതെന്ന് ഒരു ഐഡിയയും കാണില്ല. അപ്പോൾ നമ്മൾ പേരൊക്കെ എഴുതി ഒരു ലേബൽ ചെയ്തിട്ടുണ്ട്. ഒരു കുഞ്ഞ് പ്ലാസ്റ്റിക് പീസാണ്. അപ്പോൾ അതിനകത്ത് നമ്മൾ ലേബൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അപ്പോൾ നമുക്ക് കണ്ടാൽ തിരിച്ചറിയാം. 3 എണ്ണത്തിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ലേബൽ ചെയ്യും. ഇരിക്കട്ടെ. ഓക്കെ, അടപ്പം കൂടെ വെച്ച് കഴിഞ്ഞാൽ സെറ്റായി. എന്നിട്ട് ലൈറ്റ് നമുക്ക് വെളിച്ചത്തുകൊണ്ട് വെച്ചാൽ സംഭവം റെഡി. ഗ്രോ ലൈറ്റൊക്കെ വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മൾ വച്ച് കഴിഞ്ഞിട്ട് വന്നതാണ്. കുറേയൊക്കെ വന്നിട്ടുണ്ട്. വെണ്ടയ്ക്കൊക്കെ വേഗം വന്നു, തക്കാളി വന്നു, ഇനിയും വരാനിരിക്കുന്നുണ്ട്. ഇത് കുറച്ച് മെല്ലെ വെച്ചതാണ്, അപ്പോൾ അത് വരുന്നേ ഉള്ളൂ. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ബൈ.